അവധി കഴിഞ്ഞ് വിദേശത്തേക്ക് മടങ്ങാൻ മാതാപിതാക്കളോട് യാത്ര ചോദിക്കുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ചുനക്കര പോണാൽ പടിയിറ്റതിൽ ജിയോ വില്ലയിൽ അനിൽ പി ജോർജിന്റെയും അടൂർ ഏനാത്ത് പുതുശ്ശേരി കാവിള പുത്തൻവീട്ടിൽ ഓമനയുടെയും മകൻ സ്വരൂപ് ജി അനിലാണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 4:30 തിരുവനന്തപുരത്ത് നിന്നുള്ള വിമാനത്തിൽ ദുബായിലേക്ക് പോകാനിരുന്നതായിരുന്നു സ്വരൂപ്. ഇതിനായി ഞായറാഴ്ച രാത്രി 11 മണിക്ക് വീട്ടിൽ നിന്ന് യാത്ര ചോദിച്ച് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദുബായ് യുറാനസ് എയർ കണ്ടീഷണർ റെഫ്രിജറേഷൻ ട്രേഡിംഗ് കമ്പനി മാനേജിംഗ് പാർട്ണറായ സ്വരൂപ് 3 മാസമായി നാട്ടിലുണ്ടായിരുന്നു. 30 ചുനക്കര സെന്റ് തോമസ് മാർത്തോമ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സഹോദരൻ വിവേക് ദുബായ് സഹാറ ഗ്രൂപ്പ് കമ്പനി മാനേജിംഗ് പാർട്ണറാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതേസമയം മറ്റൊരു യുവാവ് വിദേശത്തേക്ക് പോകാനിരിക്കെ ബൈക്ക് അപകടത്തിൽ മരിച്ചു. MC റോഡിലുണ്ടായ വാഹനാപകടത്തിലാണ് മാസങ്ങൾക്ക് മുൻപ് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചത്. വെൺമണി കൈമളേത്ത് പുത്തൻ വീട്ടിൽ വിഷ്ണുവാണ് മരിച്ചത്. ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന സുഹൃത്ത് വെൺമണി ചെറിയാലുമൂട് തെങ്ങിഴേത്ത് വീട്ടിൽ ഷിജുവിനെ 2 കാലുകളും ഒടിഞ്ഞ നിലയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാംഗ്ലൂരിൽ ഇൻസ്ട്രുമെന്റേഷൻ ജോലി ചെയ്യുകയായിരുന്ന വിഷ്ണു വിദേശത്തേക്ക് പോകാനിരിക്കെയായിരുന്നു അപകടം. രാത്രി സുഹൃത്തുക്കൾക്കൊപ്പം തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം തിരികെ വെൺമണിയിലേക്കു മടങ്ങിപ്പോവുകയായിരുന്നു അപകടം. ഗവൺമെന്റ് ITI ജംഗ്ഷനിലെ ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്ത് വെച്ച് തെങ്കാശിയിൽ നിന്നും അമൃതയിലേക്ക് പോവുകയായിരുന്ന സ്കോർപിയോ കാറാണ് ബൈക്കിൽ ഇടിച്ചത്. വിഷ്ണുവിന്റെ അച്ഛൻ ആനന്ദൻ പിള്ള മുൻ കരസേന ഉദ്യോഗസ്ഥനായിരുന്നു. വിരമിച്ച ശേഷം വിദേശത്ത് ജോലി ചെയ്യവേ പക്ഷാഘാതം വന്ന് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന്റെ ഇടയിലാണ് മകന്റെ ഈ ദാരുണമായ അന്ത്യം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.